ഇതെന്ത് സദ്യയോ? ആരെങ്കിലും പിറന്നാണോ? അല്ലല്ലോ. ആ സദ്യക്ക് സദ്യ. ശിവൻ ശിവൻ എന്നോട് മാപ്പ് പറയാതെ ഈ വീട്ടിൽ ഇനി മുതൽ ഭക്ഷണം ഉണ്ടാക്കില്ല. അമ്മാ, ചേട്ടത്തെ, അമ്മച്ചേ, എന്താണ് കിടന്ന് വിളിച്ചു പോകുന്നേ? ശിവളയും മാപ്പ് പറയാതെ ഈ വീട്ടിന് ഭക്ഷണം ഉണ്ടാക്കത്തില്ലല്ലോ. ഇല്ല, അത് ഞങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്തിനാണ് ഇങ്ങനെ കൂട്ടായ്മ ഇതൊക്കെ എടുക്കുന്നത്? നിസ്സാര കാര്യോ? ഇതെന്റെ അഭിമാന പ്രശ്ന. അമ്മയും ഭയങ്കരമൊക്കെ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു പ്രതിഷേധ സമ്മേളനം ഉണ്ട് ഇവിടെ. എന്തിനാണ് ഏട്ടത്തി കുത്തിരിപ്പുണ്ടാക്കുന്നത്? അയ്യോ, ആരാ ഈ പറയുന്നേ? കുത്തിത്തിരിപ്പിന്റെ ആൾ രൂപോ? ദേ, ശിവം മാപ്പ് പറയാതെ ഈ പ്രശ്നത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടാവില്ല. എന്റെ പൊന്നെ ഏട്ടത്തി, അളയെ മാപ്പ് പറയാതിന്റെ പേരിൽ എന്നെ പട്ടിണിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാരും അനുഭവിക്കും. എനിക്കത് ഉച്ചയ്ക്ക് അരനേഷൻ്റെ ഒരു കോഴ്സ് ചെയ്യാൻ പോണം. പാവയ്ക്ക് വള്ളി പടത്തുന്നത് എങ്ങനെ? നീ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് പാവയ്ക്ക വള്ളി പടർത്തിയാ മതി. ഇതിപ്പോ മൊത്തത്തിൽ വെള്ളിയായല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞങ്ങൾ പുറത്ത് വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. ഓ, നിങ്ങൾ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കി? അല്ലെങ്കിലും ഒരു ദിവസം പട്ടിണി ഇടന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നു. അയ്യോ, ഒരു ദിവസമല്ല. ശിവൻ എന്ന് മാപ്പ് പറയുന്നോ അന്ന് വരെ ഈ അടുക്കള ക്ലോസ്ഡ്. അങ്ങനെ പറഞ്ഞു. വെള്ളം കിട്ടും കേട്ടോ, ദൈവദോഷം പറയരുതല്ലോ. അതല്ല, എപ്പോഴാ മീറ്റിംഗ്? എന്ത് മീറ്റിംഗാ? വൈകിട്ടത്തെ മീറ്റിംഗോ? മീറ്റിംഗ് സമയം നിശ്ചയിച്ചിട്ടില്ല. എന്തിനാ? ഞാൻ വരാം. എന്തിന്? ചേട്ടത്തിക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. വേണ്ട, എനിക്ക് നിന്റെ ഐക്യദാർഢ്യം വേണ്ട. ഈ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ട്. ജയ് ശ്രീ ശക്തി. ജയ് ശ്രീ ശക്തി. സ്ത്രീ ശക്തി അല്ലടാ, സ്ത്രീ ശക്തി. ജയ് സ്ത്രീ ശക്തി. സ്ത്രീ ശക്തി. ജയ് സ്ത്രീ ശക്തി. ഇതുകൂടല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ആശ വന്നു, കിട്ടി, ബോധിച്ചു. നന്ദി. ശംഭു, ഇതൊന്ന് പിടി. ഇനി ശാസ്ത്രലോകത്തിന് ഞെട്ടിക്കാൻ പോവുകയാണ്. നിന്റെ വയറിലെ കെട്ടി വെച്ചോളൂ, ഇനി വായും കൂടെ കെട്ടി വെക്കും. ശാസ്ത്രബോധത്തിന് പനി പിടിച്ച് ഞെട്ടി. അയ്യോ, എന്തൊരു മണമല്ലേ? ഓ, നല്ല കൊഴുക്കാ. എടാ, നേരെ പിടിക്കടാ. വിശപ്പ് എനിക്കും ഉണ്ടടാ. ഞാനേ എണീറ്റ് എന്നിട്ട് കിടന്ന് 5 മിനിറ്റ് അങ്ങനെ അങ്ങ് ഉറങ്ങി. നന്നായി. നല്ല പൊരിച്ച മീനിന്റെ മണമല്ലേ? ഓടേ, എല്ലാരും കഴിച്ചിട്ടിരിക്കാണ്, കണ്ടാ അറിയാ. ഉണക്ക കരുവാടാ. ഒരു ഭാ കഴിച്ചിട്ടില്ല. കഴിച്ചില്ല? വാ, എല്ലാരും വാ, കഴിക്കാൻ വാ. ഇവിടെ എന്ത്? ഞാൻ കുളിച്ചു, നീ പോയി കുളിയണ. അല്ലാതെ പിടിച്ച ആവശ്യം വരും വെച്ചാ. ഇതെന്താ എല്ലാരും തോർത്ത് വയറ്റിൽ കെട്ടി വെച്ചേക്കണ്? എടാ, അതെ, ഈ വിശപ്പ് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയിരിക്കുന്നതാ. ചേട്ടാ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ പൊന്നേട്ടാ, ഭൂതം ചേട്ടത്തിനടുത്ത് മാപ്പ് പറയാതെ ഈ വീട്ടിൽ നിന്ന് ആർക്കും ഭക്ഷണം കിട്ടത്തില്ലെന്ന്. ഇതെന്തോന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിരിക്കാനുള്ളത്. എന്തെങ്കിലും മിണ്ടിപ്പോയി അപ്പൊ ആരും ഒന്നും ഉണ്ടാക്കൂല എന്നുള്ളത്. കേട്ട കഴിച്ചു തോർത്ത് കഴിച്ച് കളയണം അങ്ങോട്ട്. കഴിച്ച് കളയണം വെച്ചാൽ അങ്ങോട്ട്. എന്താണ് കാര്യം ഒന്ന് ചോദിക്കണമല്ലോ. അപ്പം നീ ചോദിക്കാൻ പോണോ? പിന്നെ അല്ല, അയച്ചു കളയണം അങ്ങോട്ട്. അവൻ ചോദിക്കാൻ പോണോ? ആരാണ് ഭക്ഷണം തരൂല എന്ന് പറഞ്ഞ? ആരാണ് പറഞ്ഞത്? ആശ. ആശ ചേട്ടത്തി ആണാ? അമ്മ തോർത്ത് എവിടെ? ആ തോർത്ത് കിട്ടാ. എന്തിന് തോർത്ത്? തെറ്റിക്കട്ടെ. അത് ശരി. നീ നമ്മളെ കൊണ്ട് അഴിപ്പിച്ചെന്തിന്? വെറുതെ എന്തുവാടേ ഇതൊക്കെ? ഇത് എത്തുന്നില്ലല്ലോ. അറ്റം പിടിച്ച് കെട്ടിയാവരെ. ഇത് കെട്ടിയ വിശക്കൂല? ഇല്ല, ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ മുറുക്കിട്ട് ഇങ്ങനെ ഇരുന്നാ മതി. തൽക്കാലം പിടിച്ച് ഇരുത്താ അവിടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓർമ്മിപ്പിക്കാതടാ. പൊരിച്ച മീനെ പൈസ വല്ലവരെ കൊണ്ട് പുറത്തു പോയി കഴിക്കാം. മണമൊക്കെ അടിക്കുന്നേട്ടാ. എന്താണ് ഇൻലോസ് എല്ലാരും മീനൊക്കെ കൂട്ടി വെട്ടി അടിച്ചെന്ന് തോന്നണല്ലോ ചോറ്? ഫുൾ സന്തോഷത്തിൽ ഇരിക്കുന്നു. ഞങ്ങളുടെ മുഖം കണ്ടിട്ട് നിനക്ക് സന്തോഷത്തോടെ ഇരിക്കണായിട്ടാണ് തോന്നണേ? ഓ, എന്ത് അങ്ങനെ? എനിക്ക് തോന്നി അങ്ങനെ അല്ലേ. എന്റെ തോന്നലാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ ഇരിക്കണത്. അയ്യോ, എന്ത് മാമ കാര്യം? എന്താണ് സംഭവം? പറഞ്ഞുകൊണ്ടേ കാര്യം. എന്ത് ഭൂതം ഇയാളെ അറിഞ്ഞ ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും അടുക്കള കയറുന്നില്ലെന്ന്. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കുക. ആവുന്നേം പോയി എനിക്കൊരു തന്നില്ല. ഇത് കണ്ടേ, വിശക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് തോർത്ത് കെട്ടി വെച്ചേക്കുന്നത്. വിശക്കാതിരിക്കാൻ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്ത്? മാമ അമ്മയടുത്ത് നിന്ന് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളോ അമ്മ?
ഓ സോറി. ആ. അത് തന്നെ നീ പറഞ്ഞില്ലല്ല അവള് സോറി പറഞ്ഞാ നീ തിരിച്ച് സോറി പറയാന്ന് പറഞ്ഞാൽ നീ കാല് മാറി അല്ലടാ. അയ്യേ, ഈ ചിളിയച്ചനാണ് നിങ്ങളൊക്കെ എന്നെ നോക്കി കണ്ടുപിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഉണ്ടായിരുന്നുള്ള സംഭവം. എന്നാ ഞാൻ സോറി എന്തായാലും ഇനിയും പറയൂല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മളെ ജംഗ്ഷനിൽ ആരാമ ഹോട്ടലിൽ നല്ല ചിക്കൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാനും കണ്ണൻ അത് കഴിച്ചിട്ടാണ് വന്നത്. നോഞ്ഞാ സെറ്റ് എന്നാ അറിയാൻ മണപ്പിച്ചോളേ അറിയാ അറിയാ. ഡേയ് നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച് എപ്പോഴാണ് ആലോചിച്ചത്? ജംഗ്ഷനിൽ പോയാൽ ചിക്കൻ പൊട്ടിത്തെറിച്ച് കഴിക്കാം. ഞാൻ എന്തായാലും ഒന്ന് പോയി കിടക്കട്ടെ. കഴിച്ചപ്പോഴേക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? സത്യം ഇവിടെ ആരും ഇല്ലേ? അയ്യോ അയ്യോ ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നത്. എനിക്ക് എന്റെ വീട്ടിൽ വരെ ന്യൂസ് കൊടുക്കണോ? അയ്യോ അങ്ങനെയല്ല അമ്മ. അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരൂലായിരുന്നോ? ലളിത എവിടെ? ലളിത പുറത്ത് അടുക്കളയുടെ അടുത്തുണ്ട്. അവിടെ ചമ്മം തിരക്കുന്നോ? അയ്യോ അതല്ലമ്മ, ഇന്നിവിടെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സമരത്തിലാ. പാചകമൊന്നും ഇല്ല. സമരം എന്തിന്? ഓ അത് ഒന്നും പറയണ്ട. ഈ രാവിലെ മുട്ടക്കറി വെച്ചപ്പോഴേ ശിവന് മുട്ടയുടെ മഞ്ഞക്കറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആശയായിട്ട് ചെറിയൊരു കശവിശേഷമായി. ആശ അപ്പൊ തന്നെ സോറി പറഞ്ഞു. പക്ഷെ ശിവൻ സോറി പറയാന്ന് പറഞ്ഞിട്ട് ശിവൻ പറഞ്ഞില്ല. മഞ്ഞക്കുരു കിട്ടാത്തതുകൊണ്ട് അവനോട് സോറി പറഞ്ഞ. അയ്യോ അത് അമ്മ, ശിവൻ തെറ്റിയതിന് എന്നെ എന്തിനാ അമ്മ അടിക്കുന്നേ? പിന്നെ നിന്നെ എന്താ പിന്നെ ആരാ അവനെ ഞാൻ അടിക്കാനുള്ളത്? പിന്നെ അവനെ വിളിച്ചോണ്ട് വരട്ടാ? അവനെ വിളിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തു പോകാം. അല്ല അമ്മ ഇതങ്ങോട്ട് പോണ്? ന്യൂസ് കൊടുക്കാൻ പോവുക. ന്യൂസ് കൊടുക്കാൻ പോകും. സോറി ചേച്ചി. അതെ മുത്തച്ചി, കുറെ നേരമായില്ലേ? സുമേഷ് ആശയെ വിളിച്ചോണ്ട് വരുന്നവരെ നീ ഏത്തോടണം. അവനെ കാണാനില്ലല്ലോ. ഞാൻ കുറെ ഇട്ടെന്ന് പറയാം മുത്തച്ചി. ഐ ആം സോറി. ഏയ് അവരിപ്പോ വരും. വരുന്നത് വരെ ഇങ്ങനെ നിന്നാ മതി. എവിടാ ചേച്ചി? എവിടെ? ചേട്ടത്തി സൂപ്പർ മാർക്കറ്റിൽ പോയി. സൂപ്പർ മാർക്കറ്റിൽ പോയി ചേട്ടത്തി. സൂപ്പർ മാർക്കറ്റിൽ പോയി ചേട്ടത്തി. സൂപ്പർ മാർക്കറ്റ് പോണത്? ഇപ്പൊ ഇത് അവിടെ ക്രിസ്മസ് പരിപാടി. എടാ പോടാ അവിടെ നിന്ന്. ഇപ്പഴേ വരത്തില്ല, രാത്രി വരത്തോളൂ. മുത്തച്ചി ചേച്ചി വരെ രാത്രിയാവുന്നു. അവള് വരുന്നവരെ നീ ഏത്തോടണം. പണ്ണവരാത്തോടാനാ? ഞാൻ എന്താ പറയാൻ, അച്ഛമ്മ പറഞ്ഞല്ലേ, ഇയാളത് ചെയ്യ്. ഏത്തമില്ല. എന്തോ രാത്രിയാവും. രാത്രി ചത്തോവൂലേ? പെട്ടെന്ന് ഇടാൻ പറ. പെട്ടെന്ന് പോട്ടെ. പോട്ടെ. അങ്ങനെ പോട്ടെ.